ആറളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും അതിജീവിക്കാൻ പല മാർഗങ്ങളാണ് ഇവിടുത്തെ ആളുകൾ തേടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എത്തിയപ്പോൾ ഒരു വീടിന് മുൻപിൽ ഇങ്ങനെ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നത് കണ്ടു. ഇത് ആന ഏത് സമയത്ത് ഇവിടെ എത്താം. അപ്പോൾ ഈ വീടിന്റെ ടെറസിന്റെ മുകളിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഏണി ഇവിടെ വെച്ചിരിക്കുന്നത്. സ്ഥിരമായിട്ട് വെച്ചിരിക്കും. ഏത് രാത്രിയും ഇവിടേക്ക് ആന വരാം. സ്ഥിരമായി ആന എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ആന എത്തുന്ന സമയത്ത് ഈ വീട്ടിലുള്ള ആളുകൾ ഇവിടെ നിന്നും ഇറങ്ങി ഓടി ഈ വീടിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ വീട്ടിലെ ചേച്ചി തന്നെ നമുക്ക് പോകേണ്ടത്. ചേച്ചി, ഇത് എത്ര കാലമായി നിങ്ങളിങ്ങനെ ഏണി വെക്കുന്നു ഇവിടെ? ഇതിപ്പോ 2-3 ദിവസമായി നമ്മളിവിടെ ഏണി വെച്ചിട്ട്. ആന ഇറങ്ങിയപ്പോ മുതൽ ഏണി ഇവിടെ തന്നെ ഉണ്ട്. ആന തൊട്ടടുത്ത് എത്തുമ്പോൾ നമ്മൾ ഈ വീർക്കിന് പിന്നെ വണ്ടേ കയറി അവിടെ താമസം തുടങ്ങും. പിള്ളേരൊക്കെ ഉള്ള കൊണ്ടാണ് ജീവിതം അങ്ങനെ പോന്നെ. ആന ഒരു സൈഡിൽ കൂടെ വരുമ്പോൾ ഒരു സൈഡ് നമുക്ക് കയറി പോകല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ വീടിന് മുമ്പാശത്ത് ആന ഉണ്ടായിരുന്നേ. ഫോറസ്റ്റുകാരെ വിളിക്കുമ്പോൾ അവർ അങ്ങോട്ട് പോകും. അല്ല, അവര് വണ്ടിക്കകത്ത് ഓടുന്നത് മാത്രമേ ഉള്ളൂ. അവരിറങ്ങി നോക്കുന്നില്ല ആനനെ. ഇന്നലെ തന്നെ 2 മരണം ഒരുമിച്ചായി. അത് അറിയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയതാ. ഞാൻ ഇവിടുന്ന് ഫോറസ്റ്റുകാരെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നേ, 2 ആൾ അവിടെ മരിച്ചിട്ടുണ്ട് ആന കൊന്നിട്ടെന്ന്. അവിടുന്ന് അവർ പടക്കം പൊട്ടിക്കുമ്പോൾ നമ്മൾ മണ്ടേ കയറിയാവും. ഇതിലൊക്കെ ആന നടക്കുന്നതാ. ഈ റോഡ് മൊത്തം ആന നടക്കുന്നതാ. നിങ്ങൾ ആക്രമിക്കാൻ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ലില്ല. അന്നേരത്തിന് നമ്മൾ മണ്ടേ കയറും. പടക്കം വാങ്ങിക്കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നുണ്ട്. ഇടയ്ക്ക് അവർ പടക്കം തരും, അല്ലെ തരൂല. എന്നിട്ട് നമ്മൾ പൈസ സ്വന്തമായിട്ട് നമ്മൾ പടക്കം വാങ്ങിട്ട് ഇവിടുന്ന് പൊട്ടിക്കുന്നത് അതിന്റെ ശല്യ കാരണം. ഈ കുട്ടികളൊക്കെ ആയിട്ട് ഇതിന്റെ മേളിൽ കയറുന്ന സാഹസികമല്ലേ, റിസ്ക് അല്ലേ? ആ റിസ്ക് തന്നെ. എങ്ങനെ പേടിയല്ലേ. കൊമ്പനെ വരുന്നേ. ചെറുതാണെ പിന്നെയും പറയാ. ഈ തൊട്ടടുത്ത് നമ്മൾ അപ്പുറത്ത് ഷെഡ് കെട്ടിട്ടുണ്ട്. ഷെഡിന്റെ അടുത്ത് വരെ ആന വന്നിട്ടുണ്ട്. ഞാനും അമ്മി പാട്ടി അടിക്കുമായിരുന്നു. പാട്ടിന്റെ അടുത്ത് എത്തി ആന. ആന വരുമ്പോൾ നമ്മൾ പാട്ടി അടിക്കും, ഞാനും മോളും കൂടി. പിന്നെ എനിക്ക് പാട്ടി അടിച്ച് എനിക്ക് വിറയൊക്കെ എടുത്ത് തലയൊക്കെ കറങ്ങി ഞാൻ അവിടെ തന്നെ വീണുപോയി. ചെറിയ ആനയാണെങ്കിൽ പിന്നെ പറയും, ഇത് വലിയ ആനയല്ലേ. പിള്ളേരാണെങ്കിൽ വൈരം. ഇവളെ മോൾക്ക് പമ്പ പേടി. അങ്ങും ആന പടക്ക പൊട്ടിക്കുമ്പോൾ അവൾ കയറിക്കളയും. മനുഷ്യരെക്കാൾ കൂടുതൽ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നത് ആനകളെയാണ് എന്നതാണ്. അങ്ങനെ രക്ഷ തേടാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങൾ തേടുകയാണ്. പലപ്പോഴും വിജയിക്കും, പലപ്പോഴും അതിൽ പെട്ടുപോകുമെന്നാണ്. അത്രയും സങ്കടകരമായ, ദൗർഭാഗ്യകരമായ, ദാരുണമായ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ പലരും ജീവിക്കുന്നത്. ആറളത്തുനിന്നും ഷാജി ചന്ദ്രപുരിക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്.